our channel. സോ ഇന്ന് എൻ്റെ സിസ്റ്ററും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് പോവാണ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ക്യാംസ്ലി ഹിൽ ഫാമിലേക്കും പിന്നെ ഒപ്ര ഹൗസ് കാണാനായിട്ടാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഒപ്ര ഹൗസ് ഇൻക്ലൂഡ് ചെയ്യണില്ല. ക്യാംസ്ലി ഹിൽ ഫാമിലത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ്. നമ്മളിപ്പോൾ ക്യാംസ്ലി ഹിൽ ഫാമിൽ എത്തി. ഇപ്പോൾ ഏകദേശം ഒരു 11:15 AM ആയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ 10:30 AM സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സെഷൻ മിസ്സായിട്ടുണ്ട് ലേറ്റ് ആയതുകൊണ്ട്. അത് ആനിമൽ പാറ്റിംഗ് സെഷനാണ് നമുക്കിപ്പോൾ മിസ്സായിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇവിടെ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വേണം എൻട്രി ചെയ്യാനായിട്ട്. ഇവിടെ ടിക്കറ്റിന് അഡൽട്ട്സിന് $32, പിന്നെ കുട്ടികൾക്കാണെന്ന് വെച്ചാൽ $17 അത് 3 years to 16 years വരെ കുട്ടികൾക്ക് $17. പിന്നെ ട്രാക്ടർ റൈഡ് എക്സ്ട്രാ എമൗണ്ട് ആണ്, അത് $4 സംതിങ് ആണ്. ആൻഡ് ആനിമൽ ഫീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുഡ് ആനിമൽസിന് ഫീഡ് ചെയ്യാനായിട്ട് 2 പാക്കറ്റ്സ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു പാക്കറ്റിന് $2.50 ആണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ പോകണം എന്നുള്ള ഒരു ഡയറക്ഷൻ മാപ്പും ഏതൊക്കെ ഷോസാണ് ഏത് സമയത്താണ് നടക്കണതെന്നുള്ളൊരു ഡീറ്റെയിൽസും പിന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ കണ്ടത് ഒരു ഫ്രീ ഫേസ് പെയിൻറ്റിങ് ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററിന് ഭയങ്കര ആഗ്രഹമായി ഫേസ് പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആനിമലാണ് കോവാല. അപ്പോൾ കോവാലയുടെ ഫേസ് പെയിൻറ്റിങ് ആണ് പുള്ളിക്കാരി ചെയ്തത്. അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, നന്നായിട്ടുണ്ട്. എന്തൊരു തണുപ്പ് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ ബിറ്റ് കോൾഡ്. അപ്പോൾ നമ്മൾ ഈ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് പിള്ളേരൊക്കെ അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാനായിട്ട്. അപ്പോൾ അവരെല്ലാവരും അവിടെ പോയി എൻജോയ് ചെയ്യായിരുന്നു. അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മിക്ക ആനിമൽസിനെ നമുക്ക് സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാം. അപ്പോൾ ഫീഡ് ചെയ്യാനായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ക്യാമലിനെ കണ്ടു. അപ്പോൾ ക്യാമലിൻ്റെ അവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അവർ ക്യാമലിനെ ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഫുഡ് നമുക്ക് ആ ബൗളിൽ ഇട്ട് കൊടുത്താൽ ക്യാമൽ അത് ഈറ്റ് ചെയ്തോളും. പിന്നെ ഞങ്ങൾക്കതിൽ ഏറ്റവും ഇഷ്ടമായൊരു ഇതെന്ന് പറയുന്നത് ഫാമിയാർഡ് നഴ്സറിയാണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കുഞ്ഞു ആടുകളും പിന്നെ ഷീപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ ആ ഷീപ്പിനും ആടിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പിള്ളേർക്കായാലും വലിയവർക്കായാലും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഏരിയ ആയിരുന്നു അത്. അപ്പോൾ കുട്ടികൾക്ക് ഷീപ്സിനെയും ഗോട്ട്സിനെയൊക്കെ പാറ്റ് ചെയ്യാനൊക്കെ അവിടെ പറ്റുമായിരുന്നു.
lots of tricks that are named after the places that they were invented. So the Tassie cutback is going to start out the same way as my Stockman crack goes, and then it's going to go behind my back and crack behind me. വിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളെ എങ്ങനെ മേയ്ക്കുക എന്നുള്ള ഒരു ഉപകരണമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ സെഷന് ആണ് നമ്മൾ പിന്നെ കണ്ടത്. Just checking everyone's able to hear me okay? Yeah. My name is Jules. I'll be taking you guys around our paddock today. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രാക്ടർ റൈഡിൻ്റെ ടൈമായി. അപ്പോൾ ട്രാക്ടർ റൈഡിന് നമ്മൾ ഓൾറെഡി മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 10 minutes റൈഡാണ്. അപ്പോൾ ഈ ട്രാക്ടർ റൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആനിമൽസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത സെഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് ഡോഗ് ഷോ ആയിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഡോഗ്സ് എങ്ങനെയാണ് ഷീപ്പിനെ മേയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണേ എന്നതിനെ കുറിച്ചുള്ളൊരു സെഷനായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ വന്നിട്ട് നമുക്ക് കാംഗറൂസിനെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനെ തൊടാനായിട്ടുള്ള ഒരു അവസരം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാംഗറൂസിനെ പാറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പേടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവർ ഹാപ്പി ആയിരുന്നു അതിനെ പാറ്റ് ചെയ്യാനൊക്കെ പറ്റിയതിൽ. Hope you enjoyed the video. Thanks for watching. See you. Bye.